ഹായ്, ഞാൻ നീതു ജിജിൻ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ്റെ 4ാമത്തെ സ്റ്റേജുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇതിൻ്റെ ഈ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ടോപ്പിക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4ാമത്തെ സ്റ്റേജ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ആയതിൻ്റെ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ഓഫ് സെൽഫ് റൂൾ. ഇപ്പോൾ സ്വയംഭരണത്തിന്റെ തുടക്കം, അതായത് 1919 മുതൽ 1947, 1919 മുതൽ 1947 വരെയുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ 4ാമത്തെ സ്റ്റേജ് കണക്കാക്കുന്നത്. ഇതിൽ നമ്മുടെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ വികാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് പറയാവുന്ന നിയമമാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഇവർ നടപ്പിലാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമം നടപ്പിലാവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നും കൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. അതുകൊണ്ട് ഈ നിയമത്തെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ആക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഫെയിലിയർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909. 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പരാജയപ്പെട്ടതാണ് 1919 നിയമം പാസ്സാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് 1909 ഒരു നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിജയിപ്പിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നില്ല. കൂടാതെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ല. നമ്മുടെ രാജ്യത്ത് ഒരു പാർലമെന്ററി സംവിധാനം നടപ്പിലാക്കാനും 1909 നിയമത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ 1919 നിയമം രൂപീകരിച്ചു. രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഗവൺമെന്റ് പോളിസി ഓഫ് റിപ്രഷൻ, ഗവൺമെന്റിന്റെ അടിച്ചമർത്തൽ നയം. അതായത് 1909 ആ സമയങ്ങളിൽ അവർ പലതരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നു. അതായത് നമ്മുടെ ഫ്രീഡം നമുക്ക് നിഷേധിക്കുന്ന തരത്തിലുള്ള പല നിയമങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ പുതിയൊരു നിയമം ഉടലെടുക്കാൻ കാരണമായി. പിന്നെ ബ്രോക്ക് ഔട്ട് ദി ഫസ്റ്റ് വേൾഡ് വാർ. നമുക്കറിയാം, ആദ്യത്തെ നമ്മുടെ 1ാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ് തുടങ്ങിയവയൊക്കെ വളരെ സ്ട്രോങ് ആയി വന്ന ഒരു സമയം കൂടെയാണ് 1914 മുതൽ 1919 വരെയുള്ള ആ ഒരു സമയം, അല്ലേ? അപ്പോൾ വേൾഡ് വാർ നടക്കുന്ന ആ ഒരു സാഹചര്യം. അപ്പൊ ഇതെല്ലാം 1919 നിയമം വരാനുള്ള പ്രധാന ഒരു കാരണമായിട്ട് പറയുന്നു. 1916 കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു സഖ്യം രൂപീകരിക്കുകയുണ്ടായി. അതാണ് കോൺഗ്രസ്, അതിനെ ലക്നൗ ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. അതാണ് കോൺഗ്രസ് ലീഗ് പാക്ട് 1916 അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിഭജിച്ചു ഭരിക്കുക എന്ന ആ ഒരു നയത്തെ ദുർബലപ്പെടുത്താനായിട്ട് ഇവരുടെ കോൺഗ്രസ് ലീഗ് പാക്ട് അല്ലെങ്കിൽ ലക്നൗ ഉടമ്പടിക്ക് കഴിഞ്ഞിരുന്നു. ഇയർ ഓർത്ത് വെച്ചോളം 1916 അതേപോലെ തന്നെ 5ാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഹോം റൂൾ മൂവ്മെന്റ്, ഹോം റൂൾ പ്രസ്ഥാനം, ഇല്ലേ? ആനി ബെസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനം. അതായത് കോൺഗ്രസിന്റെ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആനി ബെസന്റ് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനതയുടെ ഒരു ആത്മമിത്രമായിരുന്നു ആനി ബെസന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഇന്ത്യയിൽ ഒരു സെൽഫ് റൂൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെ പരിശ്രമിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ഹോം റൂൾ മൂവ്മെന്റും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ആക്ട് ആയിട്ട് കണക്കിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, 1919 നിയമം വന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ മറ്റൊരു പേര്. അപ്പം നമ്മൾ പറയാം, ക്വസ്റ്റ്യനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. ഷോർട്ടസ്റ്റ് ആയി ചോദിക്കുമ്പോൾ വേണമെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്താണെന്നായിരിക്കാം ചോദിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഒന്നിന്റെ ഇയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെ പല വർഷത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് 1919 അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗും അതേപോലെ തന്നെ ഗവർണർ ജനറൽ ആയിരുന്ന ചെംസ്ഫോർഡും ചേർന്നിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രിയാമ്പിൾ ഓഫ് ദി ആക്ട്, അന്ന് നടപ്പിലാക്കിയ പുതിയ തരത്തിലുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അതൊക്കെ ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. കൂടാതെ ഡിവിഷൻ ഓഫ് ഫങ്ഷൻസ്, അവരുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ തരംതിരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഡയാക്ടി സിസ്റ്റം കൊണ്ടുവന്നു. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.
അതായത് ഈ 1919 നിയമം വന്നതോടുകൂടി പുതിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായി. ഈ ഒരു നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡയാർക്കി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഗ്രീക്ക് വേർഡായ ഡൈ ആൻഡ് ആർക്ക് എന്ന വാക്കിൽ നിന്ന്, അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡബിൾ റൂൾ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഡയാർക്കി എന്നൊരു പദം കൊണ്ടുവന്നത്. അതായത് ഇവിടെ എന്താണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ വിഭജിച്ചുകൊണ്ട് ഭരണം നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു നയമായിരുന്നു ഡയാർക്കി സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ 1919 ഈ നിയമത്തിലൂടെ ഡയാർക്കി സിസ്റ്റം ആദ്യം കൊണ്ടുവന്നത് പ്രൊവിൻഷ്യൽ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെയും പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെയും അധികാരങ്ങൾ വിഭജിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കി, അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾ രണ്ടായിട്ട് വിഭജിച്ചു. അതേപോലെ തന്നെ അവരുടെ ഭരണ പ്രവർത്തനങ്ങളെ രണ്ടായി വിഭജിക്കുകയുണ്ടായി. രാഷ്ട്രത്തിലെ ഗവൺമെന്റ് ഒരേ സമയം രണ്ട് ഗവൺമെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഡയാർക്കി സിസ്റ്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. 1919 ഒരു നിയമത്തില് ഡയാർക്കി സിസ്റ്റം നടപ്പിലാക്കുന്നത് പ്രൊവിൻഷ്യൽ മേഖലയിലാണ്. മറന്നു പോകുന്നത്. കാരണം അടുത്തൊരു നിയമം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അതിനകത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അന്നത് കേന്ദ്രത്തിലാണ് നടപ്പിലാക്കുക. അപ്പൊ അത് ഇതിലും ഈ ഒരു നിയമത്തിനേക്കാൾ കൂടുതൽ വിജയിക്കാനായിട്ട് ആ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഈ നിയമത്തിന്റെ ഗുണവും അതായത് ഡയാർക്കി സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കാണുക. കാരണം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. 1919 നിയമം നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ആ വീഡിയോ കാണുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഡയാർക്കി സിസ്റ്റത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം പറയുന്നുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ ആദ്യമായിട്ട് ഡയാർക്കി സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ അതെന്താണ് പറയാ, സയന്റിഫിക് ആയിട്ട് അവർക്ക് അത് രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. രാജ്യത്ത് തന്നെ വിവിധ മേഖലകൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അതായത് അധികാരത്തിന്റെ പേരിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. അതായത് ഗവർണർക്കായിരുന്നു കൂടുതൽ അധികാരം. അപ്പൊ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഡയാർക്കി സിസ്റ്റം പരാജയപ്പെട്ടു. ഡയാർക്കി സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ വനിതകൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ലഭിച്ചു. അതേപോലെ തന്നെ സിവിൽ സർവീസിൽ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇന്ത്യക്കാർക്ക് ഭരണ സംവിധാനങ്ങളിൽ നേരിട്ട് ഇടപെടാനായിട്ട് കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളും ഈ ഒരു നിയമത്തിനുണ്ട്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് കാണുക. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട്, അതായത് ഈ ഒരു നിയമം മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. എന്നാലും നിങ്ങൾക്ക് ഷോർട്ടസ് എഴുതാനുള്ള അതിനകത്തൊന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോൾ വളരെ ഷോർട്ടാക്കി തന്നെ പറഞ്ഞു പോവേ. അപ്പോൾ 1935 നിയമം, അതായത് ഇന്ത്യൻ ഭരണഘടനാ വികാസത്തിന് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരു നിയമമാണ് 1935 നിയമം എന്ന് പറയുന്നത്. ഇത് വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പരാജയമാണ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നില്ല, ആ ഒരു നിയമം നടപ്പിലാക്കി അതിൽ ഡയാർക്കി സിസ്റ്റം കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടിരുന്നു. അപ്പൊ അതിന്റെ പോരായ്മകൾ കാരണമാണ് ഈ ഒരു നിയമം കടന്നു വന്നത്. കൂടാതെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, ഇപ്പൊ ഈ പറയുന്ന ഡേറ്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണേ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാം. 1927 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, അത് ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ജോൺ സൈമൺ ആയിരുന്നു അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് 1927. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഫെഡറൽ സിസ്റ്റത്തിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത ഈ ഒരു കമ്മീഷനെതിരെ ഒരുപാട് സമരമൊക്കെ നടത്തുകയുണ്ടായി. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് റിപ്പോർട്ട്, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. സൈമൺ കമ്മീഷൻ, അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച ഒരു കമ്മിറ്റി ആയിരുന്നു മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. അപ്പം നെഹ്റു റിപ്പോർട്ട് 1928 നെഹ്റു റിപ്പോർട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. 1928 ആണ് നെഹ്റു റിപ്പോർട്ട്. അപ്പോൾ ഈ നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുക. കൂടാതെ
ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവരണം തുടങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ ഒരു റിപ്പോർട്ടിലൂടെയാണ്. അതേപോലെ തന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഓഫ് 1930, 1931, 1932 എവിടെയായിരുന്നു നടന്നത്? ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനം 1930, 1931, 1932. അപ്പം 3 വർഷങ്ങളായിട്ട് നടന്ന ലണ്ടനിൽ വെച്ച് നടന്ന ഈ ഒരു വട്ടമേശ സമ്മേളനം. അപ്പൊ അതും 1935 നിയമം വരാനുള്ള പ്രധാന കാരണമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടന്നത്. ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിലും അതേപോലെ തന്നെ മൂന്നാമത്തേതിലും ഇന്ത്യയിൽ നിന്നും ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തില് ഗാന്ധിജിയാണ് പങ്കെടുത്തത്. 1931 ലണ്ടനിൽ വെച്ച് നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കുകയുണ്ടായി. ഗാന്ധി ഇർവിൻ ഉടമ്പടിയൊക്കെ രൂപപ്പെടുന്നത് ആ സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് അത് രൂപപ്പെടുന്നത്. അതേപോലെ തന്നെ 1935 ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോയിന്റ് കമ്മിറ്റി, ഒരു ജോയിന്റ് സെലക്ട് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ലിൻ ലിത്ഗോ പ്രഭുവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പൊ നമുക്ക് ഈ ഒരു നിയമത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ് 1935 ഈ ഒരു നിയമം എന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ തന്നെയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ദി ആക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആണ്. അതായത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന യൂണിറ്ററി ഭരണ സംവിധാനത്തിന് പകരം ഒരു ഫെഡറൽ ഭരണ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. കൂടാതെ ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നിയമം കൂടിയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പല നിയമങ്ങളും അല്ലെങ്കിൽ ഭരണ സമ്പ്രദായവും കൊണ്ടുവന്നത് 1935 നിയമമാണ്. നമ്മുടെ സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിൽ ഒരു പോയിന്റ് തന്നെയാണ് 1935 നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പല നിയമങ്ങളും ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞു, ഇല്ല അധികാര വിഭജനം. അധികാര വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 3 ലിസ്റ്റുകൾ നടപ്പിലാക്കി. അതായത് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതായത് ഇപ്പോൾ നിലവിലുള്ള സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റുകളാണല്ലോ ഇപ്പോൾ നമ്മുടെ ഡിവിഷൻ ഓഫ് പവർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന 3 ലിസ്റ്റുകൾ. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്ന 3 ലിസ്റ്റുകൾ. അപ്പോൾ അതിന്റെ നേരത്തെ പേരുകൾ എന്ന് പറയുന്നത് ഫെഡറൽ ലിസ്റ്റ്, അതായത് ഇപ്പോഴത്തെ സെൻട്രൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അത് ഇപ്പോഴും അങ്ങനെ തന്നെ കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ അങ്ങനെ 3 ലിസ്റ്റുകളായിട്ട് തരംതിരിച്ചുകൊണ്ടാണ് പ്രൊവിഷ്യൻ മേഖലയിലും കേന്ദ്ര മേഖലയിലും അധികാര വിഭജനം നടപ്പിലാക്കിയത്. പിന്നെ ഡയാർക്കി അറ്റ് ദി സെൻട്രൽ ലെവൽ, അതായത് ഡയാർക്കി അറ്റ് ദി സെന്റർ, അതായത് കേന്ദ്രത്തില് ഡയാർക്കി സിസ്റ്റം നടപ്പിലാക്കിയ നിയമമാണ് 1935 എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡയാർക്കി പഠിച്ചു ഇല്ല, ഏതാ 1919 നിയമത്തിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ 1919 നിയമത്തിൽ എന്താണ്, പ്രൊവിൻഷ്യൽ മേഖലയിലാണ് ഇല്ലേ, പ്രാദേശിക മേഖലയിലാണ് അത് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു. പക്ഷെ 1935 നിയമത്തിലൂടെ കേന്ദ്ര തലത്തിലാണ് ഡയാർക്കി സിസ്റ്റം കൊണ്ടുവന്നത്, അത് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഡയാർക്കി സിസ്റ്റം നടപ്പിലാക്കിയതോടുകൂടി കേന്ദ്ര ഫെഡറൽ ഗവൺമെന്റുകളുടെ കീഴില് 2 ഗവൺമെന്റുകളുടെ കീഴിലായിട്ട് അവരുടെ അധികാരങ്ങളെ കൈമാറിക്കൊണ്ട് ട്രാൻസ്ലേറ്റ് സബ്ജക്റ്റ് ആൻഡ് റിസർവ്ഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പുകളായിട്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെയും ഭരണത്തെയും 2ആയിട്ട് തരംതിരിക്കുകയുണ്ടായി. അപ്പൊ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബൈക്കമറൽ ഫെഡറൽ ലെജിസ്ലേച്ചർ ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1935 നിയമമാണ്. അതിപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇല്ല, ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ബൈക്കമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെഡറൽ ഇല്ലാന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നേരത്തെ ബൈക്കമറൽ ഫെഡറൽ ലെജിസ്ലേച്ചർ ആയിരുന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ഫെഡറൽ അസംബ്ലി, അങ്ങനെ 2 വിഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ടാണ് ബൈക്കമറൽ ലെജിസ്ലേച്ചർ നിലവിൽ വന്നത്. പിന്നെ 5ാമത്തെ പോയിന്റ് ഫെഡറൽ കോർട്ടാണ്. ഈ 1935 നിയമം വന്നതോടുകൂടി ഡൽഹിയിൽ ഒരു കോടതി രൂപീകരിക്കുകയുണ്ടായി. ഈ ഒരു ഫെഡറൽ കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 6 ജഡ്ജിമാരും അടങ്ങുന്നതായിരുന്നു ഈ ഒരു ഫെഡറൽ കോടതി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവരെല്ലാരും അതായത് ഈ ഫെഡറൽ കോടതിയിലെ ജഡ്ജിമാരെയും ജസ്റ്റിസിനെയൊക്കെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടായിരുന്നു. 65 വയസ്സ് വരെയായിരുന്നു അവരുടെ കാലാവധി എന്ന് പറയുന്നത്. അതായത് 65 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം, അധികാരത്തിൽ തുടരാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നീട് അവരുടെ അധികാരങ്ങളെ 3 തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. അതായത് ഇപ്പോഴത്തെ നമ്മൾ പഠിക്കുന്നില്ല ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയൊക്കെ അധികാരങ്ങൾ പഠിക്കുന്ന അതേ സെയിം സംഭവം തന്നെയായിരുന്നു അത്. ഒറിജിനൽ, അപ്പലേറ്റ് ആൻഡ് അഡ്വൈസറി, അങ്ങനെ 3 പവേഴ്സ് ആയിട്ട് തന്നെ തരംതിരിച്ചുകൊണ്ട് അവർക്ക് അധികാര വിഭജനങ്ങളൊക്കെ നൽകിയിരുന്നു. പിന്നെ നമ്മൾ
പറയുന്നത് റിസർവ് ബാങ്ക് ആൻഡ് റെയിൽവേ സിസ്റ്റം അല്ലെങ്കിൽ റെയിൽവേ അതോറിറ്റി. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റിസർവ് ബാങ്ക് നടപ്പിലാക്കുന്നത് 1935 നിയമത്തിലൂടെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ റെയിൽവേ സിസ്റ്റം കൊണ്ടുവന്നതും ഈ ഒരു നിയമത്തിലൂടെയാണ്. പിന്നെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇപ്പോൾ നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അതേ ഇത് തന്നെയായിരുന്നു നേരത്തെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇപ്പോഴത്തെ UPSC ഓർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ആദ്യമായി നടപ്പിലാക്കുന്നത് 1935 എന്ന നിയമത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും എക്സാമിൽ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മാത്രമായിട്ട് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് essay എഴുതാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇത് ഓൾറെഡി വീഡിയോ ചെയ്തത് കൊണ്ടാണ് എങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവന്നു, ഡിവിഷൻ ഓഫ് പവേഴ്സ്, ഡയാർക്കി സിസ്റ്റം അറ്റ് ദി സെൻട്രൽ ലെവൽ, ബൈക്കമാരൽ ഫെഡറൽ ലെജിസ്ലേച്ചർ വന്നു. പിന്നെന്താണ്, ഒരു ഫെഡറൽ കോർട്ട് രൂപീകരിക്കപ്പെട്ടു, റിസർവ് ബാങ്കും റെയിൽവേ സിസ്റ്റവും വന്നു. അതേപോലെ തന്നെ ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. ഇതെല്ലാം 1935 നിയമത്തിലൂടെ നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.